വാർത്തകൾ തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക നീക്കവുമായി SIT ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ N വിജയകുമാറിനും KP ശങ്കർദാസിനും നോട്ടീസ് അയച്ചു. മറ്റന്നാൾ ഹാജരാകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു നിർണായക നീക്കമാണ് SIT നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളോടാണ് മറ്റന്നാൾ ഹാജരാകാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും SIT വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതാണ് കാണേണ്ട കാര്യം. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ദേവസ്വം അംഗങ്ങളായിരുന്ന ശങ്കർദാസ്, അതോടൊപ്പം തന്നെ വിജയകുമാറിനും N വിജയകുമാറിനും KP ശങ്കർദാസിനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം SITക്ക് നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ദേവസ്വം ബോർഡ് അംഗങ്ങളായ N വിജയകുമാറിനും KP ശങ്കർദാസിനുമാണ് അംഗങ്ങളായിരുന്ന ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇപ്പോൾ SIT ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റന്നാൾ ഹാജരാകാൻ ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചില വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ നടത്തിയിരുന്നതിന് പിന്നാലെ രമേശ് ചെന്നിത്തല മൊഴി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും ആ മൊഴിയിൽ പറഞ്ഞ പ്രകാരമുള്ള വിദേശ വ്യവസായിയുടെ മൊഴിയും SIT രേഖപ്പെടുത്തിയിരുന്നു. ആ വിദേശ വ്യവസായി പറഞ്ഞ ഡി മണി ആരെന്ന അന്വേഷണവും ഇപ്പോൾ SIT ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. സംസ്ഥാനത്തിന് പുറത്തേക്കാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പ്രധാന അന്വേഷണം ചെന്നൈ കേന്ദ്രീകരിച്ചാണ്. ലഭിക്കുന്ന എല്ലാ വിവരങ്ങളിലും അന്വേഷണം നടത്തുമെന്ന നിലപാടിലാണ് SIT ഉള്ളത് എന്നതും കൂടി പറയേണ്ടതാണ്. കൂടാതെ ഈ രമേശ് ചെന്നിത്തല അടക്കം നിരവധി പേർ രഹസ്യ വിവരങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് SIT ഈ കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വളരെ നിർണായകമായ നീക്കമുണ്ടാവുന്നു എന്നതാണ് കാണേണ്ട കാര്യം. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് SIT ഈ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസിനും അതോടൊപ്പം തന്നെ N വിജയകുമാറിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റന്നാൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിദേശ വ്യവസായി പറഞ്ഞ ഡി മണി ആരെന്ന അന്വേഷണവും SIT നടത്തുന്നു എന്നതാണ് പറയേണ്ട കാര്യം. എന്തായാലും വ്യാപകമായി തന്നെ അന്വേഷണം തുടരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എല്ലാ രഹസ്യവിവരങ്ങൾ നിരവധി പേർ കൈമാറിയിട്ടുണ്ട്. ആ രഹസ്യവിവരങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് എന്നതാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം. സംസ്ഥാനത്തിന് പുറത്ത് തന്നെയാണ് അന്വേഷണം. വിദേശ വ്യവസായി പറഞ്ഞ ഡി മണി ആരെന്ന അന്വേഷണം SIT ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസും അതോടൊപ്പം തന്നെ N വിജയകുമാർ. ഇരുവർക്കുമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും നോട്ടീസ് നൽകി മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് SIT പോകുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. മറ്റ് നടപടികളെല്ലാം തന്നെ ഉണ്ടാകുമെന്നതാണ് അറിയേണ്ടത്. എന്തായാലും മറ്റന്നാൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ N വിജയകുമാറിനും KP ശങ്കർദാസിനും SIT നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മറ്റന്നാൾ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോൾ നിർണായകമായ ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് ദിനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷി